ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇങ്ങനെ കൺമണിയുടെ കൂട്ടുകാരി ദക്ഷയെ കൺമണി ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്. കൺമണി എന്നിട്ട് ദക്ഷയോടൊരു സഹായം ചോദിക്കുകയാണ്. സാഗറിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ദക്ഷയോട്. അഗസാറിന്റെ ജീവന് ആപത്താണ്, ദക്ഷ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയാണ്. ദക്ഷ എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട്, കൺമണി ടെൻഷൻ ആവണ്ട, ഞാൻ വേണ്ടതുപോലെ ചെയ്യാം. രാമനെ ആ റൂമിൽ നിന്നും ഞാൻ മാറ്റാം. ഞാൻ ആദ്യം ഡോക്ടറോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷ അവിടുന്ന് പോകുന്നുണ്ട്. ഇതിനുശേഷം നേഴ്സ് വന്ന് ബലരാമനോട് പറയുന്നുണ്ട്, സാറിനെ ഈ റൂമിൽ നിന്നും ICU 2 മാറ്റുകയാണ് എന്ന് പറയുമ്പോൾ സുജുവും സാഗറും ബലരാമനും എല്ലാവരും ആകെ ഷോക്കാവുന്നുണ്ട്. പിന്നീട് ബലരാമനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കൃഷിനെ കാണുകയാണ്. രാമനെ കാണുമ്പോൾ കൃഷി അങ്ങനെ സഹോദരനെ പോലെ നോക്കി നിൽക്കുന്നുണ്ട്. ബലരാമനാണെങ്കിൽ പെട്ടെന്ന് കൃഷിന്റെ കൈ പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കൃഷ്, നീ അച്ഛനും അമ്മയെയും ശ്രദ്ധിച്ചോളണം. നീ എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടാവണം. അവർക്കൊന്നും സംഭവിക്കാൻ അനുവദിക്കരുത് എന്ന് രാമൻ കൃഷിനോട് പറയുമ്പോൾ കൃഷിന് ബലരാമൻ പറയുന്നതെല്ലാം കേട്ട് ആകെ ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് കൃഷി ഡോക്ടറോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ആ ബലരാമനെ ഇവിടെ നിന്നും മാറ്റിയതിൽ ഡോക്ടർക്ക് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയാണ്. എല്ലാം കേട്ട് ഡോക്ടർ പറയുന്നുണ്ട്, അതിന് ഞാനല്ലല്ലോ അയാളെ ഇവിടെ നിന്നും മാറ്റിയത്. ACP ദക്ഷ എന്നെ വന്ന് കണ്ടിരുന്നു. മേഡത്തിനെ ആരോ അറിയിച്ചിട്ടാണ് മേഡം ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറഞ്ഞതെന്ന് ഡോക്ടർ കൃഷിനോട് പറയുന്നുണ്ട്. പിന്നീട് കൃഷി അറിയുന്നുണ്ട് കൺമണിയുടെ ഫ്രണ്ടാണ് ദക്ഷയെന്നും കൺമണി പറഞ്ഞിട്ടാണ് ACP ദക്ഷ രാമനെ അവിടെ നിന്നും മാറ്റിയതെന്ന് അറിയാണ്. പിന്നീട് ബലരാമനെ കാണാനായി ഭാഗ്യശ്രീ എത്തുന്നുണ്ട്. ഭാഗ്യശ്രീ തന്റെ ഏട്ടന്റെ അടുത്തിരുന്നു കൊണ്ട് അങ്ങനെ നോക്കിയിരിക്കുകയാണ്. പിന്നീട് സാഗറിനെ കാണാനായി കൃഷി ICUയിലേക്ക് വരികയാണ്. എന്നിട്ട് ആ സന്തോഷ വാർത്ത സാഗറിനോടും സുജുവിനോടും പറയുന്നുണ്ട്. കൺമണിയാണ് ബലരാമനെ ഇവിടെ നിന്നും മാറ്റിയത്. കൺമണിയുടെ കൂട്ടുകാരിയാണ് ദക്ഷ എന്നൊക്കെ കൃഷി സാഗറിനോടും സുജുവിനോടും പറയുമ്പോൾ അവരാകെ ഷോക്കാവുന്നുണ്ട്. പിന്നീട് സാഗറിന്റെ അടുത്ത് വന്നിരിക്കുകയാണ് കൃഷി. സാഗറിന്റെ അടുത്ത് കൃഷി അങ്ങനെ ഇരിക്കുമ്പോൾ സാഗറിന് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. എന്നിട്ട് സാഗർ ചോദിക്കുന്നുണ്ട് കൃഷിനോട്, മണിയും ഇപ്പോ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന്. പക്ഷാണെങ്കിൽ സാഗറിന്റെ ചോദ്യത്തിന് ഒരു മറുപടിയും കൊടുക്കാതെ ആകെ സ്റ്റെക്കാവുകയാണ്. പിന്നീട് സുജു സാഗറിന്റെ അടുത്ത് നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. ആന്റിയമ്മയും മാനസിയും ഹേമയും ഒക്കെ അവിടെ ഉണ്ടാവും. ആന്റിയമ്മ എന്നിട്ട് പറയുന്നുണ്ട്, ബലരാമനെ പോലെ ഒരു താപ്പാനെ ആ ICUയിൽ നിന്നും മാറ്റാൻ പറ്റുമെങ്കിൽ ഇത്രയ്ക്ക് വലിയ പുള്ളി അത് ആരായിരിക്കുമെന്ന് ആന്റിയമ്മ പറയുമ്പോൾ എല്ലാം കേട്ട് സുജു പറയുന്നുണ്ട്, കൺമണിയാണ് ബലരാമനെ ഇവിടെ നിന്നും മാറ്റിയത്. മണിയുടെ ആളാണ് അസിസ്റ്റന്റ് കമ്മീഷണർ എന്ന് സുജു പറയുമ്പോൾ ആന്റിയമ്മയും ഹേമയും ആകെ ഷോക്കാവുന്നുണ്ട്. മനസ്സിക്കാണെങ്കിൽ കൺമണിയുടെ പേര് കേട്ട് ആകെ ദേഷ്യം വരികയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം. ബൈ, ഗുഡ് നൈറ്റ്.